നമ്മളൊന്ന് ആഗ്രഹിക്കുകയും അത് നേടണമെന്ന ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമ്മളത് നേടിയിരിക്കും. അതിന് കൂടെയുള്ള എല്ലാവരും ഒരേ മനസ്സോടു കൂടി നിന്നാൽ അത് സാധിക്കും എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ നമ്മുടെ ഒരു യാത്ര. ട്രെയിനിൽ പോകാൻ വന്നതാണ്. 5 മണി കഴിഞ്ഞ് ട്രെയിനും പോയി, പാർക്കിംഗ് കിട്ടിയില്ല. അവസാനം നമ്മളൊരു ചേട്ടൻ്റെ സഹായത്തോടുകൂടി ഈ മംഗളം പത്രത്തിൻ്റെ പാർക്കിങ്ങിൽ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തായിരുന്നു. എന്തായാലും നമ്മൾ ഗുരുവായൂർ പോകാൻ വേണ്ടി തീരുമാനിച്ചായിരുന്നേ. പിന്നെ എല്ലാവരും കൂടെ ട്രെയിൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിന്മാറിയില്ല, കാറിൽ തന്നെ പോകാമെന്ന് വിചാരിച്ച് എല്ലാവരും കൂടെ കാറിൽ യാത്ര ചെയ്യണേ. അങ്ങനെ നമ്മൾ ദോശ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. തട്ടുദോശയാണ് പറഞ്ഞത്. തട്ടുദോശ കഴിച്ച് നമ്മൾ യാത്ര ആരംഭിക്കാം. പക്ഷെ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. മഴയത്തിരുന്നായാലും നമ്മൾ ആഹാരം കഴിക്കാനുള്ള പിടിവാശിയിലാണ്. കാവ്യൊക്കെ വിശന്നിരിക്കുകയാണ്. കാവ്യ ഉച്ചയ്ക്കൊന്നും തോന്നുന്നില്ല. നമ്മൾ കിളിമാനൂർ കഴിഞ്ഞ് പാപ്പാല കൈമാസ് തട്ടിടയിലാണ് കാപ്പി പിടിക്കാൻ നടത്തിയത്. എങ്ങനെയുണ്ട്? കൊള്ളൂല്ലേ? എല്ലാം പെരുമ്പാവൂർ പോണ ലോഡുകളാണ്. നല്ല മഴ. അങ്ങനെ ഈ വണ്ടികളെല്ലാം പെരുമ്പാവൂരോട്ട് പോണ ലോഡെല്ലാം ഒതുക്കിയിട്ടൊക്കെയാണ്. നമ്മൾ മൂവാറ്റുപുഴ കഴിഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണേ. 1:15 നമ്മൾ അങ്കമാലി എത്തിയായിരുന്നു. അങ്കമാലി നല്ല ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. പയ്യനെ പോകണം. പാലിയേക്കര ടോളെത്തി. പാലിയേക്കര ടോൾ കഴിഞ്ഞ് പോവേണേ. കഴിഞ്ഞു പോകില്ല. അങ്ങനെ 2:30 മണിയാകുമ്പോൾ നമ്മൾ തൃശ്ശൂരെത്തിയായിരുന്നു. തൃശ്ശൂർ ഒരു പെട്രോൾ പമ്പിൽ വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടി. അപ്പം ഈ പെട്രോൾ പമ്പിൽ വാഷ്റൂം സൗകര്യമൊക്കെ തന്നായിരുന്നു. ഒരു അരമണിക്കൂറോടുണ്ട് ഗുരുവായൂരത്തേക്ക്. ആമേശ്വരാണെങ്കിൽ ഉറങ്ങിയില്ല, അങ്ങനെ ഇരിക്കണം. പക്ഷേ ഭയങ്കര ക്ഷീണമുണ്ട്. അല്ലേടാ, ഉറങ്ങിയാ? അങ്ങനെ നമ്മൾ ഗുരുവായൂരെത്തിയായിരുന്നേ. ഗുരുവായൂർ ഗോകുലം അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ റൂം എടുത്തത്. അങ്ങനെ നമ്മളെടുത്ത റൂമാണ്. ഗുരുവായൂർ വന്ന് റൂമൊക്കെ എടുത്ത് ഫ്രഷ് ആവാൻ പോവുകയാണ്. കിട്ടില്ല റൂം. നല്ല സൂപ്പർ സ്പേസ് കാര്യങ്ങളൊക്കെ വന്നു. അടിപൊളി റൂം. നമ്മളങ്ങനെ റൂമിൽ നിന്ന് കുളിച്ചൊക്കെ റെഡിയായി നേരെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകണേ. 4:30 മണി കഴിഞ്ഞേ ഉള്ളൂ. പക്ഷേ ഇവിടെ എല്ലാവരും ആക്റ്റീവായിട്ടുണ്ട്. അമ്പലം പരിസരങ്ങളൊക്കെ. നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 4:45 ദർശനം കാണാൻ പോയതാണ്. കണ്ട് ഇറങ്ങിയപ്പം മണി 11 അത്ര ഇതാണ് ക്യൂ ആയിരുന്നു. ഭയങ്കര ക്യൂ ആയിരുന്നേ. അപ്പോൾ എല്ലാവർക്കും വിശന്ന് എല്ലാവരെയും കൺട്രോൾ പോയി. അങ്ങനെ നമ്മൾ വന്നായിരുന്നു. ദോശ, ചെറിയ കടയാണ്. ദോശയും മസാല ദോശയും ഒരു കോഫിയൊക്കെ മേടിച്ച് കഴിച്ച് അത്യാവശ്യം കൊള്ളാം. ഫുഡ് കൊള്ളാം, കുഴപ്പമില്ല. നമ്മൾ ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് കാപ്പിക്കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സാധനങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ക്ഷേത്ര നടയിലൊക്കെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ റൂമിൽ പോയി. നമ്മൾ 2:30 തന്നെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മൾ തിരിച്ചു പോവുകയാണ്. എല്ലാവരും കുളിച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് ഉറങ്ങി എല്ലാം പാക്കൊക്കെ ചെയ്തെടുത്തായിരുന്നു. ഗുരുവായൂർ വരുന്നവർക്ക് ധൈര്യമായിട്ട് ശ്രീ ഗോകുലം അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്യാം. നല്ല ഫെസിലിറ്റീസാണ്.